സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട വിവിധയിടങ്ങളിൽ പ്രതിപക്ഷ സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷം. കോഴിക്കോട് പോലീസ് ജലപീരങ്കിയും ഗ്രനേഡും പ്രയോഗിച്ചു. സമരക്കാർക്ക് നേരെ ലാത്തിച്ചാർജുണ്ടായി. പി.കെ. ഫിറോസ് ഉൾപ്പെടെ 9 യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. വണ്ടി നോക്കണ്ട. കേസിൽ പോലീസ് അന്വേഷിക്കുന്ന സന്ദീപ് നായരുടെ ഉടമസ്ഥതയിലുള്ള നെടുമങ്ങാട്ടെ കാർബൺ ഡോക്ടർ സ്ഥാപനത്തിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തി. കോട്ടയത്ത് യുവമോർച്ച പ്രവർത്തകർ കലക്ടറേറ്റിലേക്ക് ഇരച്ചു കയറി. മുഖ്യമന്ത്രിയുടെ പിണറായിയിലുള്ള വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുകയാണ്. ഒരു പരിധിവരെ കോവിഡ് തടഞ്ഞു നിർത്തും, ഒരു പരിധിവരെ കൊറോണ തടഞ്ഞു നിർത്തും. പക്ഷേ ഇവിടെ നീതികേട് കാണിച്ചാൽ കോവിഡിന്റെ നിയമങ്ങളും നടപടികളും ഞങ്ങൾ വാരി വലിച്ചെറിഞ്ഞ് പ്രക്ഷോഭത്തിന്റെ തീച്ചൂടയിലേക്ക് ഈ സംസ്ഥാനത്തെ ഞങ്ങൾ നയിക്കും. ആർക്കും സംശയം വേണ്ട. ഞങ്ങൾ പ്രതിപക്ഷം പ്രതികരിക്കാത്തവരല്ല. പ്രതികരിക്കാൻ സാധിക്കാത്ത സാഹചര്യം നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട് ആ വിഘാതം തട്ടിമാറ്റാൻ ഞങ്ങൾക്ക് നിയമം ഒരു തടസ്സമാവില്ല എന്ന് ഇവിടുത്തെ ഭരണകൂടത്തെ ഓർമ്മിപ്പിക്കുന്നു. പ്രതികരിക്കും, പ്രതിഷേധിക്കും. ഈ ഭരണത്തിലെ അഴിമതി തുടച്ചു മാറ്റുന്നത് വരെ. ഇപ്പോൾ ശ്രീ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങൾ കാണുന്നു തത്സമയം. സാമൂഹ്യ അകലം പാലിക്കണം എന്നുള്ളത് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല കോവിഡ് നിയമങ്ങൾ, മാസ്ക് കാര്യങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ടും, അല്ലാതെ ഏത് കാര്യവും, ഇത് സമരങ്ങളെക്കുറിച്ച് മാത്രം നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട. സമരമില്ലാത്ത പലതും നടക്കുന്നല്ലോ. ഹൈ ലെവലിലുള്ള പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നു. സമരത്തിനൊരു ന്യായമെങ്കിലുണ്ട്. ജനങ്ങളുടെ പ്രശ്നമാണ് സമരത്തിൽ വരുന്നത്. പട്ടിണി കിടക്കുന്നവൻ അത് വിളിച്ചു പറയാതിരിക്കുമോ? മുറവിളി കൂട്ടാണ്ടിരിക്കുമോ കോവിഡാണെന്നും പറഞ്ഞിട്ട്? അപ്പോൾ പ്രക്ഷോഭങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആ നിയന്ത്രണങ്ങൾ എല്ലാത്തിനും ബാധകമാണ്. ഞങ്ങൾ കാര്യമായി നോക്കുന്നുണ്ട് കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കാൻ. അല്ലെങ്കിൽ യൂത്ത് ലീഗിൻ്റെ സമരം ഇന്ന് കോഴിക്കോട് കലക്ടറേറ്റിന് മുമ്പിൽ 10,000-ങ്ങളല്ല അണിനിരക്കുക. അതില്ലല്ലോ. ആ ദൃശ്യം നോക്കിയാൽ മതി. പലർക്കും മാസ്ക് ഉണ്ട്. പിന്നെ
ജലപീരങ്കിയല്ലേ വരുന്നത്, മാസ്ക് ഒക്കെ പോകില്ലേ. ആ കാരണം കൊണ്ട് തന്നെ ജലപീരങ്കി അടിക്കാൻ പാടില്ല, മാസ്ക് ഒക്കെ തെറിച്ചു പോകും. ശിവശങ്കരനെ മാറ്റിയതോടുകൂടി പ്രശ്നങ്ങൾ അവസാനിച്ചു. ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധമില്ലാന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള സമരമായിട്ടാണ് UDF മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ അങ്ങനെയാണ്. രാജിയും നിഷ്പക്ഷമായ അന്വേഷണം, രാജി മാത്രമല്ല. കാരണം ഈ കേസിൻ്റെ നിഷ്പക്ഷമായ അന്വേഷണമാണ് ഏറ്റവും പ്രധാനം. രാജിയും ആ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. UDF ചർച്ച ചെയ്തപ്പോൾ അങ്ങനെയാണ്. അങ്ങനെയല്ല, നമ്മൾ അങ്ങനെ ഒരു ടെക്നിക്കൽ. കോഴിക്കോട്ടെ യുവമോർച്ച മാർച്ചിന്റെ ദൃശ്യങ്ങളാണിത്. ഇത് കണ്ണൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കുള്ള മാർച്ചിലെ ദൃശ്യങ്ങൾ. കണ്ണൂർ പിണറായി മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കുള്ള മാർച്ചിലെ ദൃശ്യങ്ങളാണ്. രണ്ട് പോലീസ് ആക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്ന് കോഴിക്കോട്ട് യുവമോർച്ച മാർച്ചിന് നേരെയും ഒന്ന് കണ്ണൂർ കോൺഗ്രസ് മാർച്ചിന് നേരെയും. കണ്ണൂരിൽ കെ സുധാകരൻ MP മാർച്ച് ഉദ്ഘാടനം ചെയ്തു പോയതിനു ശേഷം ഇതാ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കുള്ള പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ്. കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങളുണ്ട്. അതിൽ കോഴിക്കോടും കണ്ണൂരുമാണ് ഈ മണിക്കൂറിൽ പോലീസ് ആക്ഷൻ ശക്തമായി നടന്നിട്ടുള്ളത്. കണ്ണൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്.
കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് നടന്ന മാർച്ച്, അതിലാണ് ഇപ്പോൾ പോലീസ് നടപടി ഉണ്ടായിട്ടുള്ളത്. ജലപീരങ്കി ഉപയോഗിച്ചു, ഗ്രനേഡ് പ്രയോഗിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് പ്രതിപക്ഷ മാർച്ച്. ജില്ലാ കേന്ദ്രങ്ങളെ കൂടാതെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കും പിണറായിലെ വസതിയിലേക്കും കോൺഗ്രസിന്റെ മാർച്ച്. അതിന്റെ ദൃശ്യങ്ങളാണ് ഈ വലിയ ബോക്സിൽ കാണുന്നത്. മറുഭാഗത്ത് കോഴിക്കോട് കലക്ടറേറ്റിന് സിവിൽ സ്റ്റേഷന് മുമ്പിൽ യുവമോർച്ചയുടെ മാർച്ച്. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ഈ സന്ദീപ് വാര്യരുടെ കാർബൺ ഡോക്ടർ എന്ന സ്ഥാപനത്തിന് നേരെ യുവമോർച്ചയുടെ മാർച്ച് ഉണ്ടായി. അതാണ് താഴെയുള്ളത്. ഏതായാലും വിവിധ ഇടങ്ങളിൽ പ്രതിഷേധങ്ങൾ നടത്തുകയാണ്. കോഴിക്കോട്ട് 2 പ്രാവശ്യം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഒന്ന് യൂത്ത് ലീഗ് മാർച്ചിന് നേരെ, അത് അല്പം മുമ്പായിരുന്നു. അതിനുശേഷം യുവമോർച്ചയുടെ മാർച്ചിന് നേരെ. ഏതായാലും അവിടെ ഇപ്പോൾ സമാധാനപരമാണ് കാര്യങ്ങൾ. ഇപ്പോൾ കണ്ണൂരാണ്. ഇപ്പോഴും പോലീസ് ആക്ഷന് ശേഷവും ജലപീരങ്കി പ്രയോഗത്തിന് ശേഷവും പ്രവർത്തകർ പിരിഞ്ഞുപോയിട്ടില്ല. ിലേക്ക് വന്ന മാർച്ചിനെ നേതാക്കൾ അനുനയിപ്പിച്ച് പ്രവർത്തകർ പിന്നോട്ട് പോകുന്നു. പോലീസ് നടപടിക്ക് ശേഷവും പ്രവർത്തകർ പൂർണ്ണമായി പിരിഞ്ഞുപോയിട്ടില്ല. പ്രതിഷേധത്തിന് ശേഷം ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷം നേതാക്കൾ പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 1-2 പേർ വീണ്ടും ആവേശം കൊണ്ടുവരുന്നു. ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമരം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ്. കണ്ണൂർ, കോട്ടയം, പാലക്കാട്, ആലപ്പുഴ, എറണാകുളം, നെടുമങ്ങാട്. കണ്ണൂരിൽ പിണറായി വിജയന്റെ വസതിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് നടന്ന മാർച്ചാണ് നമ്മൾ കാണുന്നത്. പൂർണ്ണമായും പ്രവർത്തകർ പിരിഞ്ഞുപോയിട്ടില്ല. 2-3 പ്രാവശ്യം ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷവും പ്രവർത്തകർ പിരിഞ്ഞുപോയിട്ടില്ല. പിന്നെ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിരിഞ്ഞു പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കോട്ടയത്ത് ഉള്ള മാർച്ചിൽ, കളക്ടറേറ്റിന് മുന്നിലേക്കുള്ള മാർച്ചിൽ അല്പം മുമ്പ് ബാരിക്കേഡിന് മുകളിൽ കയറി കൊടി വീശി അതിനുശേഷം സമാധാനപരമായിരുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. കോഴിക്കോട്ട് യുവമോർച്ചയുടെ മാർച്ച്, ആദ്യം യൂത്ത് ലീഗിൻ്റെ മാർച്ചായിരുന്നു. അതിനുശേഷം യുവമോർച്ചയുടെ മാർച്ച് ഉണ്ടായി. അതിലും ഇതുപോലെ ജലപീരങ്കി പ്രയോഗവും കാര്യങ്ങളും ഉണ്ടായി. യുവമോർച്ചയുടെ മാർച്ചിൻ്റെ ദൃശ്യങ്ങളാണ് കോഴിക്കോട് നമ്മൾ കാണുന്നത്. അതിൽ 8 പേർക്കാണ്
യൂത്ത് ലീഗിൻ്റെ മാർച്ചാണ് നമ്മൾ കാണുന്നത്. അതിൽ 8 പേർക്കാണ് പരിക്കേറ്റത്. യൂത്ത് ലീഗ് നേതാക്കൾക്കടക്കം പരിക്കേൽക്കുകയും നല്ല തോതിൽ തന്നെ പോലീസ് ലാത്തി വീശുകയും ചെയ്തു. പാലക്കാടും ഉള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. പാലക്കാടും ഒന്നും തള്ളുമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. പ്രസാദ്, വലിയ തോതിലുള്ള അടി ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. പാലക്കാട് യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധമാണ്, അതും നമ്മൾ കാണുന്നു. ആലപ്പുഴയിലുമുണ്ട് പ്രതിഷേധം. ആലപ്പുഴയിലും വലിയ പ്രശ്നങ്ങളില്ല, സമാധാനപരമായിട്ടാണ് എന്ന് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് ഈ സന്ദീപ് കാർബൺ ഡോക്ടർ സ്ഥാപനം നടത്തുന്ന അദ്ദേഹത്തെയാണ് ഇപ്പോൾ പ്രധാന കണ്ണിയായി കസ്റ്റംസ് കാണുന്നത്. സ്വർണ്ണക്കടത്തിൽ അയാളുടെ കടയ്ക്ക് മുമ്പിലേക്ക് നടന്ന യുവമോർച്ച പ്രതിഷേധമാണ്. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ. 1-2 ഇടങ്ങളിൽ കോഴിക്കോടും കണ്ണൂരും ആണ് ഇപ്പോൾ ഒരു പോലീസ് ആക്ഷൻ ഉണ്ടായത്. അത് കോഴിക്കോട് യൂത്ത് ലീഗിനെതിരെ ശക്തമായ പോലീസ് ആക്ഷനായിരുന്നു. ഈ വലിയ പ്രതിഷേധത്തിന് ശേഷം ഇപ്പോൾ കണ്ണൂർ പിണറായിയുടെ വസതിക്ക് മുമ്പുള്ള മാർച്ചിൽ നിന്നും പ്രവർത്തകർ പിരിഞ്ഞു പോവുകയാണ്. വിവിധയിടങ്ങളിൽ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. കൊറോണ കാലമാണെങ്കിലും പ്രതിഷേധങ്ങളെല്ലാം പഴയ പോലെ തന്നെയാണ്. ഓടി വരിക, ബാരിക്കേഡിന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുക, ജലപീരങ്കി പ്രയോഗിക്കുക, പിന്നെ പിരിഞ്ഞു പോവുക. 2 മാത്രമാണ് ഒരു പ്രശ്നം ഉണ്ടായത്. ബാക്കിയുള്ളിടത്തൊക്കെ ഇപ്പോഴും സമാധാനപരമായി പ്രതിഷേധങ്ങൾ തുടരുന്നു. ഇടവേള. വിവിധ ജില്ലകളിൽ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധമാണ്. പിണറായിയിലെ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുമ്പിലും പ്രതിഷേധ പ്രകടനമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ പ്രവർത്തകർ പോയി. ഇത് നേരത്തെയുള്ള വിഷ്വൽസാണ് നമ്മളിപ്പോൾ കാണുന്നത്. 2-3 പ്രാവശ്യം ജലപീരങ്കി ഉപയോഗിച്ച ശേഷം പ്രവർത്തകർ പോയ വിഷ്വൽസാണ് കാണുന്നത്. നേരത്തെ എങ്ങനെയായിരുന്നു സംഭവം? മനുവാണ് ചേരുന്നത്. മനു, ഇപ്പോൾ പ്രവർത്തകരൊക്കെ പിരിഞ്ഞു പോയോ? എന്താണ് വിവരം? കണ്ണൂരിൽ പിണറായിയുടെ വസതിക്ക് മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനവുമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ, അതിനുശേഷം നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിരിഞ്ഞുപോയിരിക്കുന്നു. അല്പം മുമ്പ് ഇതായിരുന്നു പിണറായി വിജയന്റെ വസതിക്ക് മുമ്പിലേക്കുള്ള റോട്ടിൽ പ്രതിഷേധ പ്രകടനം നടന്നപ്പോൾ ഉണ്ടായ സ്ഥിതി. ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചു. മനുവാണ് ചേരുന്നത്. മനു, ഇപ്പോൾ എന്താണ് അവസ്ഥ? ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവർ തിരിഞ്ഞു പോയിരിക്കുന്നു. പ്രവർത്തകരിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമവുമായി മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ നിന്ന് തിരിഞ്ഞു പോയിരിക്കുന്നു. ഇന്ന് കെ സുധാകരൻ MP ആണ് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാണ്ഡ്യാലമുക്കിലേക്കുള്ള വീട്ടിലേക്കുള്ള മാർച്ചായിരുന്നു. ഇത് പടിഞ്ഞിറ്റാമുറി എന്ന സ്ഥലത്ത് വെച്ചാണ് പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞത്. തുടർന്ന് ഈ പ്രവർത്തകർ ഈ ഉദ്ഘാടനത്തിന് ശേഷം ബാരിക്കേഡുകൾ തള്ളി മാറ്റാനുള്ള ശ്രമം നടത്തുകയും പോലീസിന് നേരിയ തോതിൽ കല്ലേറുണ്ടാക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് പോലീസ് വെള്ളം ചീറ്റാനും അതുപോലെ തന്നെ കണ്ണീർ വാതക പ്രയോഗിക്കാനും ശ്രമം നടത്തിയത്. തുടർന്ന് ഈ പ്രവർത്തകർ കൂടുതൽ രോഷാകുലരായി. എങ്കിലും ഈ ഷാഫി പറമ്പിൽ MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കുകയായിരുന്നു. തുടർന്ന് വളരെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അനുനയിപ്പിച്ച് നേതാക്കൾക്ക് സ്ഥലത്തു നിന്ന് പിരിച്ചുവിടാൻ ആയത്. ഏതായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായിരിക്കുന്നു. ചെറിയ തോതിലെങ്കിലും ഒരു സംഘർഷ സാധ്യത നിലനിന്നിരുന്നു. പക്ഷെ ഇപ്പോഴത് ഏറെക്കുറെ ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു. എല്ലാ പ്രവർത്തകരും ഇവിടെ നിന്ന് ഇപ്പോൾ ഈ പടിഞ്ഞിറ്റാമുറിയിലെ പോലീസ് ബാരിക്കേഡിന് സമീപത്തു നിന്ന് മാറിയിരിക്കുന്നു. അവരെല്ലാം മമ്പറം ടൗണിലേക്ക് തന്നെ തിരിച്ചു പോയിരിക്കുകയാണ്. സ്വാതികൃഷ്ണൻ, കണ്ണൂരിൽ ഉള്ള പ്രതിഷേധ മാർച്ചിന്റെ വിവരങ്ങളാണ് മനു നൽകിയത്. അല്പം മുമ്പുള്ള സ്ഥിതി ഇതായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, മാർച്ച് കഴിഞ്ഞു, പ്രവർത്തകർ പിരിഞ്ഞുപോയി. KPCCയുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അടിയന്തര
യോഗം ചേരുകയുണ്ടായി. വളരെ വിശദമായി ഞങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം വളരെ ഗൗരവപൂർണമായ ചർച്ചയ്ക്ക് വിധേയമാവുകയുണ്ടായി. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കള്ളക്കടത്ത് കേസാണ് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ളത്. അത് കേരള സംസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമല്ല. ഇന്ത്യ രാജ്യം മുഴുവൻ വ്യാപകമായി ചർച്ച നടത്തപ്പെടുന്ന ഒരു സംഭവമായിട്ടത് മാറിയിട്ടുണ്ട്. വലിയ അന്താരാഷ്ട്ര മാനങ്ങളുള്ള ഒരു കള്ളക്കടത്ത് കേസായിട്ടാണ് കോൺഗ്രസ് അതിനെ വിലയിരുത്തുന്നത്. അധാർമികയുടെ അസ്ഥിവാരത്തിൽ കെട്ടിപ്പൊക്കിയ ഒരു ഭരണകൂടമാണ് കഴിഞ്ഞ 4 വർഷമായി കേരളം ഭരിക്കുന്നത്. സമസ്ത മേഖലയിലും ഈ ഗവൺമെൻറ് പരാജയപ്പെട്ടിരിക്കുന്നു. എണ്ണി പല ഘട്ടങ്ങളിൽ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷൻ എന്ന ഞാനും ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചതാണ്. കോവിഡ് മഹാമാരി വരിഞ്ഞു മുറുക്കിയപ്പോഴാണ് ഒരു ജനതയെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് രാജ്യസുരക്ഷയും ദേശ താൽപ്പര്യങ്ങളുമൊക്കെ തന്നെ സന്ധി ചെയ്തുകൊണ്ട് അത്യന്തം അപകടകരമായ നിരവധി കരാറുകളിൽ ഈ ഗവൺമെൻറ് പങ്കാളിയായത്. സ്പ്രിംഗ്ലർ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവാണ് വ്യക്തമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന രൂപത്തിൽ അതിൻ്റെ വ്യത്യസ്ത വശങ്ങൾ അനാവരണം ചെയ്തത്. അമേരിക്കൻ കമ്പനിയുമായിട്ടുള്ള വിവാദപരമായ ആ ഇടപാട്, തുടർന്ന് ബെഫ്കോയിലെ അഴിമതി, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ അഴിമതി, കരിമണൽ കടത്ത്, പമ്പ ത്രിവേണി മണൽക്കൊള്ള, ഏറ്റവും ഒടുവിൽ രാജ്യത്തെ മുഴുവൻ ഞെട്ടിത്തരിപ്പിച്ച ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ നടത്തപ്പെട്ട സ്വർണ്ണക്കടത്ത്. ഇത് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും പരിശ്രമിച്ച എല്ലാവരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. സ്വർണ്ണക്കടത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്ക് ഇന്ന് രാജ്യമാസകലം ചർച്ച ചെയ്യപ്പെടുകയാണ്. വിവാദത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ, കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഉദ്യോഗസ്ഥൻ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന IT-യുടെ ചുമതലക്കാരായ സെക്രട്ടറി ശ്രീമാൻ M. ശിവശങ്കറിനെ താൽക്കാലികമായി മാറ്റി നിർത്തി അദ്ദേഹത്തോട് അവധിയിൽ പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടുള്ളത്. M. ശിവശങ്കരൻ മുഖ്യമന്ത്രിയുടെ സകല രഹസ്യങ്ങളുടെയും സൂക്ഷിപ്പുകാരനാണ്. വിവാദ കരാറുകളിലെ നായകനായിട്ടാണ് അദ്ദേഹത്തെ കേരളം പരക്കെ അറിയപ്പെടുന്നത്. മുഖ്യമന്ത്രിക്ക് ഒരിക്കലും അദ്ദേഹത്തെ കൈവിടാൻ സാധ്യമല്ല. ഇതൊരു സാധാരണ കള്ളക്കടത്തായിട്ട് ചുരുക്കി കാണരുത്. അന്താരാഷ്ട്ര മാനങ്ങളുള്ള രാജ്യസുരക്ഷിതത്വം ഉൾക്കൊള്ളുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു സ്വർണ്ണക്കടത്താണിത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിനകം തന്നെ ഒരു CBI എൻക്വയറി ഇത് സംബന്ധമായി നടത്തണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. തുടർന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ നേതൃത്വത്തിൽ അതിന് ഞാനും എൻഡോസ് ചെയ്യുകയുണ്ടായി. CBI എൻക്വയറി തന്നെയാണ് ഈ കാര്യത്തിൽ ആവശ്യമുള്ളത് എന്ന് ഞങ്ങൾ കരുതുന്നു. CBIയുടെ ആരംഭകാലത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പണ്ഡിറ്റ്ജിയുടെ കാലത്ത്, സർദാർ പട്ടേൽ ആഭ്യന്തരകാര്യ മന്ത്രിയായ കാലത്ത് ആരംഭിച്ചിരിക്കുന്ന ഏറ്റവും അധികം വിശ്വാസയോഗ്യതയുള്ള ഒരു അഴിമതി അന്വേഷണ ഏജൻസിയാണ് CBI എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ആ കാലം തൊട്ട് ഇന്നുവരെ നിലനിൽക്കുന്ന സാഹചര്യം വെച്ചുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു ഏജൻസിയാണ് CBI എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ മിടുക്കന്മാരും പ്രഗത്ഭരുമായിട്ടുള്ള പേഴ്സണൽ ഇന്റഗ്രിറ്റിക്ക് പേര് കേട്ടുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ അതിലുണ്ട് എന്ന അതിൻ്റെ പ്രവർത്തനത്തെ 5 വർഷം അടുത്ത് എന്നറിയാൻ സാധിച്ച ഒരാളെന്ന രൂപത്തിൽ ഞാൻ പറയട്ടെ, പ്രമാദമായ ഒരുപാട് രാഷ്ട്രീയ അഴിമതി കേസുകൾ അവർക്ക് തുറന്നു കാട്ടാൻ സാധിച്ചിട്ടുണ്ട്.
ഇവിടെ പ്രത്യേക കുറ്റങ്ങൾ അവർക്ക് അന്വേഷിക്കാൻ സാധിക്കുമെന്നതുപോലെ തന്നെ സാമ്പത്തിക കുറ്റങ്ങളടക്കം അവർക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ കാല ചരിത്രം. പക്ഷേ വേണ്ടത് CBIക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം നൽകാൻ ഈ നാട് ഭരിക്കുന്ന BJP ഗവൺമെന്റ് തയ്യാറാകണം. ഒരു തരത്തിലും അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടക്കാൻ അനുവദിക്കാതെ അവർക്ക് സ്വതന്ത്രമായിട്ടും നിർഭയമായിട്ടും സത്യസന്ധമായിട്ടും ഈ കേസ് അന്വേഷിക്കാനുള്ള അനുമതിയാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ടത്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണത്തെ ഭയപ്പെടുന്നത്? കുറ്റബോധത്തോടെ അവ്യക്തതയോടെ ഏത് അന്വേഷണവും നേരിടാമെന്ന് അദ്ദേഹം വ്യംഗ്യമായി പറയുകയല്ലാതെ അദ്ദേഹം ഒരു ഉത്തരവും ഖണ്ഡിതമായിട്ട് ഇതുവരെ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നതാണ് പരമാർത്ഥം. കുറ്റം ഏറ്റുപറയുന്ന ഒരു മോഷ്ടാവിനെയും നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ബഹുമാന്യനായ വ്യക്തി, അദ്ദേഹം പ്രവർത്തിച്ച കാലത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാമെന്നതുകൊണ്ട് ഞാൻ അതേക്കുറിച്ചൊന്നും തന്നെ വിശദമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല ബന്ധങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കണ്ടില്ല എന്ന് നടിക്കാൻ സാധ്യമല്ല. അദ്ദേഹം ഈ ഒരു അന്വേഷണ വിഭാഗത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു എന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇപ്പോഴും അദ്ദേഹത്തിന് സ്വാധീനങ്ങളൊക്കെ തന്നെ കുറഞ്ഞും ഏറിയുമുണ്ട് എന്ന കാര്യം നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് NIA കൊണ്ട് മാത്രം ഈ കേസ് അന്വേഷിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്? സമഗ്രമായി അന്വേഷിക്കപ്പെടേണ്ട ഒരു കേസാണിത്. ദേശ താല്പര്യവും അതുപോലത്തെ സുരക്ഷയും ഒക്കെ തന്നെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കേസാണിത്. ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കേസാണിത്. നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ കള്ളക്കടത്തുകൾ ഒന്നാണ്. അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ കേസ്. ഡിപ്ലോമാറ്റിക് ബാഗേജിൽ കൂടിയാണ് നിരവധി തവണ ഇന്ത്യയിലേക്ക് സ്വർണം കടത്തിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇത് ഇന്ത്യ രാജ്യവും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിലുള്ള സൗഹൃദ ബന്ധം അത് ദൃഢമാണ്, ഊഷ്മളമാണ്. അതുപോലും അപകടപ്പെടുന്ന തരത്തിലുള്ള ഒരു നടപടിയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, CBIയോടൊപ്പം നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അത് ആരംഭം കുറിച്ച കാലം തൊട്ട് ഇന്നുവരെ, അതും കോൺഗ്രസ് ഗവൺമെന്റാണ് ആരംഭിച്ചത്, പ്രശസ്തമായ സേവനത്തിലൂടെ നമ്മുടെ അന്താരാഷ്ട്ര രംഗത്തെ ഇന്റലിജൻസ് വളരെ കൃത്യമായിട്ടും ഇന്ത്യ ഗവൺമെന്റ് എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും സുപ്രധാനമായ പങ്കുവഹിച്ച ഒരു ഏജൻസിയാണ് ആ ഏജൻസി. തീർച്ചയായിട്ടും ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദമായിട്ട് അന്വേഷിക്കണമെങ്കിൽ, റിപ്പോർട്ട് സമർപ്പിക്കണമെങ്കിൽ ഈ ഒരു എൻക്വയറിയിൽ NIAയോടൊപ്പം തന്നെ ഈ പറയുന്ന റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിനെ കൂടി ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായി ഞങ്ങൾ പറയുന്നു CBI എൻക്വയറിയെക്കുറിച്ച്. അത് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞത് തന്നെയാണ്. വലിയ രാഷ്ട്രീയ അഴിമതികളൊക്കെ തന്നെ തുറന്നു കാട്ടിയത് അവരാണ്. ആ ഏജൻസിക്ക് തീർച്ചയായിട്ടും ഇത് അന്വേഷിച്ച് ഇതിന്റെ നാനാവശങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ഈ അഴിമതിയുടെ അടിവേരുകൾ അത് കണ്ടെത്താനും അതിലെതിരായിട്ട് നടപടിയെടുക്കാനും ഒക്കെ തന്നെ അവർക്ക് സാധിക്കുമെന്നാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇന്നത്തെ വിലയിരുത്തൽ. IT വകുപ്പ് മുഖ്യമന്ത്രിയുടെ നേരിട്ട് ചുമതലയിലാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടേത്. IT ചുമതല കൂടിയുള്ള ശ്രീമാൻ ശിവശങ്കറാണ്. അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ IT ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. അതിലാണ് സ്പേസ് പാർക്ക് മാനേജറായി ഒരു വിവാദ നായികയെ അവർ നിയമിച്ചിരിക്കുന്നത്. ആ നിയമനം ഞാൻ അറിഞ്ഞില്ല, എനിക്കതേക്കുറിച്ച് അറിയില്ല എന്നാണ് പറഞ്ഞത്. ഇതൊരു വല്ലാത്ത നാണക്കേടാണ് ഈ സംസ്ഥാനത്തിന് ഉണ്ടാക്കിയെന്ന കാര്യം മുഖ്യമന്ത്രി മറക്കരുത്. ഇനി അഥവാ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഞങ്ങൾ മുഖവില കൊടുക്കുന്നു എന്ന് തന്നെ വയ്ക്കുക എങ്കിൽ, സത്യസന്ധനാണ് നമ്മുടെ മുഖ്യമന്ത്രിയെങ്കിൽ എന്തിന് അദ്ദേഹം CBI ഭയപ്പെടണം? ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ തന്നെ CBI അന്വേഷണം നടത്താൻ തയ്യാറാണെന്ന് ക്യാബിനറ്റ് കൊണ്ട് തീരുമാനമെടുപ്പിക്കുകയാണ്.
വേണ്ടത് എന്ന് ഞാൻ പറയട്ടെ. പിന്നെ ഇത്തരമൊരു കള്ളക്കടത്ത് കേസിലെ വിവാദ നായികയെ വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അവർ ഈ ഒരു അന്താരാഷ്ട്ര ശൃംഖലയിലെ ഒരു ചെറിയ കന്നി മാത്രമാണ്. വൻ സ്രാവുകൾ വലക്ക് പുറത്ത് തന്നെയാണുള്ളത്. ആ വൻ സ്രാവുകളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. എല്ലാ സംഭവങ്ങളുടെയും ചുരുളുകൾ അഴിയണമെങ്കിൽ അത് തന്നെയാണ് അനിവാര്യം. വിലപ്പെട്ട ഏതാണ്ട് ഒരാഴ്ചക്കാലം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എവിടെയാണ് നമ്മുടെ വിവാദ നായിക ഇപ്പോൾ ഉള്ളതിന്റെ കാര്യം ഗവൺമെന്റ് വിശദീകരിക്കണം. ഇവിടെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. നഗരത്തിൽ താഴിട്ട് പൂട്ടിയിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. പോലീസ് നിരത്തുകളിൽ കാക്കിക്കുപ്പായമിട്ട കോൺസ്റ്റബിൾമാരെ മാത്രമല്ല ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയും പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരു തരത്തിൽ പോലും ഒരാൾക്കും ആ വല പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ സാധ്യമല്ല. പക്ഷേ ഈ പറയുന്ന സ്വപ്ന സുരേഷിനെ കാണാതായിട്ട് കുറേ ദിവസങ്ങളായി. അവരെങ്ങോട്ട് പോയി? ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്, മന്ത്രിമാരുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങളല്ലേ ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരുക്കൊണ്ടുവന്നത്? ഇവരെ ആരാണ് സംരക്ഷിക്കുന്നത്? കേരളത്തിന് അറിയാൻ വളരെയേറെ കൗതുകമുണ്ട്, താല്പര്യമുണ്ട്. അന്താരാഷ്ട്ര മാനങ്ങളിലെ കേസിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. ഇതിന്റെ വ്യാപ്തി വളരെ വലുതാണ്. ഒരു നിമിഷം താമസിക്കാതെ കുറ്റവാളിയായിട്ട് ആരോപിക്കപ്പെടുന്ന ഈ വിവാദ നായികയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പാടില്ല. NI അന്വേഷിച്ചാൽ ഞങ്ങൾ വീണ്ടും പറയുന്നു, ഇതിന്റെ ടെററിസ്റ്റ് ആംഗിൾ മാത്രമേ വെളിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. എല്ലാ വിഷയങ്ങളെക്കുറിച്ചുമുള്ള അന്വേഷണം പരിമിതപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ BJP, ആ BJPയും CPM-ഉം മുഖ്യമന്ത്രിയുടെ കൂട്ടാളികളെയും ഒക്കെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമം നടത്തുന്ന കാര്യം ആർക്കാണ് അറിയാത്തത്? ഇന്നലത്തെ NIA ഈ ഒരു പ്രഖ്യാപനത്തോടുകൂടി അതൊരിക്കൽ കൂടി വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവർ തമ്മിലുള്ള രഹസ്യധാരണം ഒരിക്കൽ കൂടി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. വീണ്ടും ഞങ്ങൾ പറയുന്നു, NIA മാത്രം പോരാ, CBIയും അതുപോലെ റോയും ഇത് അന്വേഷിച്ചേ മതിയാകുള്ളൂ. ശ്രീമാൻ ശിവശങ്കറിനെ മാറ്റി നിർത്തിയാൽ പോരാ. മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ ഈ വിവാദ നായികയുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കാര്യത്തിൽ എന്ത് നിലപാടാണ് ഈ ഗവൺമെന്റ് സ്വീകരിക്കാൻ പോകുന്നത് അതും കേരളത്തിന് അറിയാൻ താല്പര്യമുണ്ട്. ഇന്നലെ വിചിത്രമായ ഒരു പത്രസമ്മേളനം നമ്മൾ കാണുകയുണ്ടായി. ഇന്നലെ BJPയെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ആയിട്ടുള്ള ബന്ധം വെളിപ്പെടുത്തിയ തരത്തിലുള്ള ഒരു പത്രസമ്മേളനമാണ് BJPയുടെ ഉത്തരവാദപ്പെട്ട ഒരു നേതാവ് നടത്തിയത്. കേസിന്റെ ദിശ ആകെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു ശ്രമം നടത്തിയത് ഇന്നലെ. അതോടൊപ്പം കോൺഗ്രസിനെ കരിതേച്ച് കാണിക്കുക എന്ന നിഗൂഢമായ ലക്ഷ്യം കൂടി അദ്ദേഹത്തിനുണ്ട്. പ്രിയപ്പെട്ട ശ്രീമാൻ KC വേണുഗോപാൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തെ സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വഭാവഹത്യ നടത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ആ സ്വഭാവഹത്യ നടത്തുന്ന കാര്യം അവർ വിശദീകരിക്കണം. അവർക്ക് തെളിവുണ്ടോ? ആ തെളിവുണ്ടെങ്കിൽ അത് ഹാജരാക്കണമെന്ന് KC വേണുഗോപാൽ ആവർത്തിച്ച് ആവശ്യപ്പെടുകയുണ്ടായി. മാത്രവുമല്ല, ഇത് സംബന്ധമായി ഈ ആരോപണം ഉന്നയിച്ച വ്യക്തിക്കെതിരായിക്കൊണ്ട് അദ്ദേഹം ഡിഫേമേഷൻ സൂട്ട് ഫയൽ ചെയ്യാനുള്ള തയ്യാറെടുപ്പുമായി നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് ഈ കാര്യത്തിലുണ്ടെങ്കിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് സംയുക്തമായിട്ട് ആവശ്യപ്പെടുന്നു. ആ തെളിവുകൾ നിങ്ങൾ ഹാജരാക്കാൻ തയ്യാറില്ല എങ്കിൽ നിങ്ങൾ BJP തീർച്ചയായിട്ടും ഈ കേസിന്റെ ദിശ മാറ്റിക്കൊണ്ട് CPM-നെ സഹായിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമായിട്ട് മാത്രമേ ഞങ്ങൾക്കതിനെ നോക്കിക്കാണാൻ സാധിക്കുള്ളൂ. ഞാൻ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വരാം.
അദ്ദേഹം ആവശ്യപ്പെട്ടു, എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം രാജിവെച്ച് അന്വേഷണം നേരിടുകയാണ് അഭികാമ്യമായിട്ടുള്ള കാര്യം. കേരളം ആഗ്രഹിക്കുന്നത് അതാണ്. എല്ലാം ഒളിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഒന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയെ വെച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തിന് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലേക്ക് യുവമോർച്ച പ്രതിഷേധമുണ്ടായിരുന്നു. അതിനുശേഷമുള്ള ലാത്തിചാർജിന്റെ ദൃശ്യങ്ങളാണ്. കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുന്നിൽ രണ്ടാമത്തെ പോലീസ് നടപടിയാണ്. നേരത്തെ യൂത്ത് ലീഗിന് നേരെ പോലീസ് നടപടി ഉണ്ടായിരുന്നു. അതിൽ 8 പേർക്ക് പരിക്കേറ്റിരുന്നു. യുവമോർച്ച പ്രതിഷേധത്തിന് നേരെയും പോലീസ് നടപടി ഉണ്ടായി. ഇതാണ് യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് നേരെ രാവിലെ ഉണ്ടായ പോലീസ് നടപടി. അതിനുശേഷം യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി. അതിലും പോലീസ് ആക്ഷൻ ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം പരിക്കേറ്റവരാണ് നമ്മൾ കണ്ട ദൃശ്യങ്ങളുണ്ടായിരുന്നത്. വണ്ടി വിളിച്ചിട്ടുണ്ട്. കോഴിക്കോട്ട് മാർച്ചിൽ പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് കാറിൽ കൊണ്ടുവന്നു. കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുന്നിൽ രണ്ടാമതും കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് പോയി. പോലീസ് ലാത്തിചാർജിൽ പലർക്കും പരിക്കേറ്റു. ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ പ്രതീക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിലേക്ക് എന്നത് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. അദ്ദേഹം പ്രിൻസിപ്പൽ സെക്രട്ടറിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഈ കേസിലെ സ്വർണ്ണക്കടത്ത് കേസിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കിങ് പിന്നായി പ്രവർത്തിച്ച വിവാദ സ്ത്രീയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ തരം മുഴുവൻ കൊള്ളകൾക്കും നേതൃത്വം കൊടുക്കുന്ന ഒരു ഓഫീസായി അധപ്പതിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ഇതിനെല്ലാം കുടപിടിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കാത്തത്. ഇന്ന് എന്റെ കയ്യിലുള്ളത് സീഡിറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന പിൻവാതിൽ നിയമനങ്ങളാണ്. കേരളത്തിൽ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ തൊഴിലിനു വേണ്ടി പരക്കം പായുകയാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വർഷങ്ങളായി പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവർ, പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് നിയമനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ, ഈ ഗവൺമെന്റ് PSC റാങ്ക് ലിസ്റ്റുകൾ നീട്ടിക്കൊടുക്കാറില്ല. അതിന്റെ ഫലമായി അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ധാരാളം ഹതഭാഗ്യരായ ആളുകൾ, അവരെല്ലാം കേരളത്തിൽ നിൽക്കുന്ന സമയത്താണ് നൂറുകണക്കിന് ആളുകളെ പിൻവാതിലൂടെ IT ഡിപ്പാർട്ട്മെന്റുകൾ നിയമിച്ചുകൊണ്ടിരിക്കുന്നത്. IT വകുപ്പിന്റെ കീഴിലെ സീഡിറ്റിൽ മറവിൽ 51 പേരെ അനധികൃതമായി നിയമിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടയിലാണ് ഈ നിയമനങ്ങൾ. നിയമനത്തിന് ആധാരമായ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി പാർശ്വപത്രികളെയും സിൽബന്ദികളെയും ഇഷ്ടക്കാരെയും നിയമിച്ചിരിക്കുകയാണ്. ഈ 51 പേരിൽ 19 പേരും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലാണ് ഇരിക്കുന്നത്. 12 പേർ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് നിയോഗിച്ചിരിക്കുന്നത്. കരാർ അടിസ്ഥാനത്തിലും ദിവസവേത അടിസ്ഥാനത്തിലുമാണ് നിയമനം.
വിദ്യാഭ്യാസ യോഗ്യതയോ മറ്റു മാനദണ്ഡങ്ങളോ പാലിക്കാതെ IT സെക്രട്ടറി നടത്തിയ നിയമനങ്ങളാണ് ഇതെല്ലാം. നേരത്തെ PRDയുടെ കീഴിലുണ്ടായിരുന്ന സീഡിറ്റിനെ ഇത്തരം കള്ളപ്പരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് IT വകുപ്പിന്റെ കീഴിൽ കൊണ്ടുവന്നത്. ഈ നിയമനങ്ങൾ അതിനുശേഷമാണ് നടത്തിയിരിക്കുന്നത്. ഇത് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് സീഡിറ്റ് വഴിയാണ്. 2, സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ മറവിലും ഇതേപോലെ വൻതോതിലുള്ള പിൻവാതിൽ നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. രജിസ്ട്രേഷൻ വകുപ്പിന്റെ കീഴിലാണെങ്കിൽ സീഡിറ്റ് വഴി 136 പേർക്കാണ് അനധികൃതമായ നിയമനം നൽകിയിരിക്കുന്നത്. ഇതിൽ 6 പേർ സൂപ്പർവൈസർമാരായ ദിവസവേതന അടിസ്ഥാനത്തിൽ, ബാക്കി മൊത്തം 130 പേർ പീസ് റേറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഈ നിയമനങ്ങളിൽ ചട്ടങ്ങളോ നിബന്ധനകളോ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല. പാർട്ടി അനുഭാവികളും പാർശ്വവർത്തികളായ ആളുകളും ഇഷ്ടപ്പെട്ടവരും യഥേഷ്ടം നിയമിക്കപ്പെടുകയാണ് ചെയ്തത്. ഇതിനു പുറമെ ഓരോ ദിവസവും ഞാൻ നിങ്ങൾക്ക് ലിസ്റ്റ് തരാം. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള IT ഡിപ്പാർട്ട്മെന്റിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ ആളുകളെ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുൻ മുഖ്യമന്ത്രി ഇവിടെ ഉണ്ട്, ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ കാലത്ത് 2011 മുതൽ 16 വരെ കേവലം 3 പേരാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന നിരവധി വിദഗ്ധന്മാർ സീഡിറ്റിലുള്ളപ്പോൾ അഡ്വോക്ക് അടിസ്ഥാനത്തിൽ 12 പേരിൽ നിന്നും ബയോഡാറ്റ വാങ്ങി ജോലിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് കോൺട്രാക്ട് പ്രൊസീഡിംഗ്സ് തയ്യാറാക്കി ഫയലാക്കുകയും ചെയ്തു. എല്ലാവർക്കും 30,000 രൂപ മുതൽ മുകളിലോട്ടുള്ള ശമ്പളത്തിന്റെ 50% ഇൻസെന്റീവും കൂടാതെ ഓവർ ടൈമും നൽകുന്നു. ഇത് മുഴുവൻ ആളുകളുടെ പേരും ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, വലിയ തോതിലുള്ള അഴിമതിയാണ് ഈ IT ഡിപ്പാർട്ട്മെന്റിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നു, അനധികൃത നിയമനങ്ങൾ നടക്കുന്നു, യോഗ്യതയില്ലാത്ത ആളുകളെ പാർട്ടി അനുഭാവിയാണെന്നുള്ളതുകൊണ്ട് കുത്തി നിറയ്ക്കുന്നു. IT ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ആളുകളെ കുത്തിത്തിരികിയതിന്റെ ഒരു ഉദാഹരണമാണ് ഈ വിവാദ സ്ത്രീ 1,50,000-ലധികം രൂപയുടെ ശമ്പളം വാങ്ങി നിയമിക്കപ്പെട്ടത്. മുഖ്യമന്ത്രി പറഞ്ഞു താൻ അറിഞ്ഞില്ല എന്ന്. മുഖ്യമന്ത്രി അറിയാതെ എങ്ങനെ നടക്കും? മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഈ നിയമനങ്ങൾ മുഴുവൻ നടക്കുന്നത്. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഈ കൊള്ളകൾ മുഴുവൻ IT ഡിപ്പാർട്ട്മെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വളരെ എളുപ്പമാണ് ഗവൺമെന്റിന് ടോട്ടൽ സൊല്യൂഷൻ. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാതെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി നടത്തിയ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ പുറത്തു വരുമെന്നുള്ള പേടി കൊണ്ടാണ്. ഇവിടെ ശിവശങ്കർക്ക് എന്താ സുഖമായി അവധിയെടുത്ത് വീട്ടിലിരിക്കാം, ഒരു ഉത്തരവാദിത്വവുമില്ല. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് ചെയ്ത നിയമവിരുദ്ധമായ എല്ലാ കാര്യങ്ങളും ഇവിടെ അവസാനിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ആരെ കളിപ്പിക്കാനാണിത്? പച്ചക്കള്ളം മുഖ്യമന്ത്രി പറയുന്നു. ഇവിടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടില്ല. ആ സംഭവം ഉണ്ടായിട്ട് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നു ഇതെല്ലാം അവസാനിച്ചിരിക്കുന്നു, ഇതെല്ലാം കേന്ദ്രമാണ് നോക്കേണ്ടത്. ഈ വിവാദ സ്ത്രീ ഒളിച്ചു പോയിട്ട് എത്ര ദിവസമായി? കേരള പോലീസ് എന്താ പിന്നെ ചക്ക പറിക്കാനാണോ ഇവിടെ നിൽക്കുന്നത്? കേരള പോലീസിന് ഉത്തരവാദിത്തമില്ലേ? ഈ കബളിപ്പിക്കപ്പെട്ട സ്ത്രീയെ സർട്ടിഫിക്കറ്റ് ഫ്രോഡായി ഉണ്ടാക്കിയ സ്ത്രീ, ഇവിടെ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ സ്വർണ്ണം കടത്തിക്കൊണ്ടുവരുന്നവരെ സഹായിക്കുന്ന സ്ത്രീ, തെറ്റായ നിയമനങ്ങൾ നേടിയ സ്ത്രീ, അവരൊളിവിൽ പോയി മാധ്യമങ്ങൾ മുഴുവൻ തിരയുന്നു. കേരള പോലീസ് എന്ത് ചെയ്യാണ്? ഇന്നലെ അവരുടെ ശബ്ദരേഖ എന്ന നിലയിൽ പുറത്തു വന്ന ശബ്ദം നമ്മൾ കണ്ടു. അത് പോലീസ് ഉണ്ടാക്കിയതാണ്. അത് പോലീസ് പറഞ്ഞു കൊടുത്തതനുസരിച്ചാണ്. മുഖ്യമന്ത്രിയെ മന്ത്രിമാരെ സംരക്ഷിക്കാൻ വേണ്ടി മനഃപൂർവ്വം പടച്ചുണ്ടാക്കിയ ഒരു ശബ്ദരേഖയാണ്. ആര് വിശ്വസിക്കും ഇത്? ആരെ വിശ്വസിപ്പിക്കാനാണ്? കേരള സമൂഹത്തെ നിങ്ങൾക്ക് കബളിപ്പിക്കാൻ സാധ്യമല്ല. അവരുടെ ഈ ശബ്ദരേഖ
കേരളത്തിലെ ഗവൺമെന്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനിയും അവർ പറയും ഗവൺമെന്റിനെ രക്ഷിക്കാൻ. കാരണം പരസ്പര സഹായ സഹകരണ സംഘമായി പ്രവർത്തിച്ചവരായതുകൊണ്ട് പരസ്പര സഹകരണത്തോടുകൂടി പ്രവർത്തിക്കേണ്ട ബാധ്യത അവർക്കുള്ളത് കൊണ്ടാണ് സർക്കാരിനെ ഇത്രയും കൂടുതൽ പിന്തുണച്ചുകൊണ്ട് അവർ സംസാരിച്ചത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ രാജിയാണ് ഏറ്റവും ആവശ്യം. ആ രാജി അല്ലാതെ മറ്റൊന്നും കരണീയമായിട്ടില്ല. ഇത് ഇവിടെ KPCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇന്നത്തെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ തീരുമാനം NIA അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ CBIയും റോയും അന്വേഷിക്കണം. എന്നാൽ മാത്രമേ ഇതിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ പുറത്തു വരൂ. അതോടൊപ്പം തന്നെ ഇതിനകത്തെ അഴിമതി പുറത്തു വരികയുള്ളൂ. NIAക്ക് ഷെഡ്യൂൾഡ് ക്രൈംസ് മാത്രമേ അന്വേഷിക്കാൻ, ഷെഡ്യൂളിലുള്ള ക്രൈംസ് മാത്രമേ അന്വേഷിക്കാൻ കഴിയുള്ളൂ. അഴിമതി അന്വേഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് BJP ബോധപൂർവമായി സംസ്ഥാന ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും രക്ഷിക്കാൻ നോക്കണ്ട. അത് നടക്കാൻ പോകുന്നില്ല. അതിന്റെ ഒരു തുടക്കമാണ് ഇന്നലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ അപമാനിക്കാൻ വേണ്ടി BJPയുടെ ഒരു നേതാവ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് തെളിവാണ് അദ്ദേഹത്തിന്റെ ഉള്ളത്? അദ്ദേഹം പുറത്തു കൊണ്ടുവരട്ടെ. AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ അപമാനിക്കാനുള്ള നീക്കത്തിൽ ഞങ്ങൾ ശക്തമായി അപലപിക്കുകയാണ്. തെളിവുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരട്ടെ. അല്ലാണ്ട് കോൺഗ്രസിനെ അപമാനിക്കാൻ നടത്തുന്ന ഈ ശ്രമത്തെ ഞങ്ങൾ ശക്തമായി തന്നെ നേരിടുമെന്നും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെയും പൊട്ടന്മാരാക്കാമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിചാരിക്കേണ്ട. ഇന്നലെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എന്നെ മാറ്റാൻ വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിപക്ഷത്തിന്. പക്ഷേ പ്രതിപക്ഷം എന്ത് ചെയ്യുന്നത്? പ്രതിപക്ഷം നെറികേട് കാണിക്കരുതെന്ന്. ഇവിടെ ഒരു മുൻ മുഖ്യമന്ത്രി ഇരിപ്പുണ്ട്. ഇദ്ദേഹത്തിന് നേരെ എന്ത് നെറികെട്ട പ്രചരണവുമാണ് കേരളത്തിൽ ഇടതുപക്ഷം നടത്തിയത്. ആ നിങ്ങൾ നടത്തിയ നെറികെട്ട പ്രവർത്തനത്തിന്റെ 1% പോലും ഞങ്ങൾ ചെയ്തിട്ടില്ല. അഴിമതിയിലും കൊള്ളയിലും കൊള്ളിവെപ്പും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാരിനെതിരായി ഞങ്ങൾ ഉയർത്തിയത് മുഴുവൻ രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രിയെ ക്രൂശിലേറ്റിയവർ സ്വയം ചിന്തിക്കണം, ആരാണ് ഇത്തരത്തിലുള്ള നെറികേട് കാണിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്പ്രിംഗർ അഴിമതി, ബെഫ്കോ അഴിമതി, മണൽക്കടത്തുമായി ബന്ധപ്പെട്ട അഴിമതി, ഈ മൊബിലിറ്റിയുമായി ബന്ധപ്പെട്ട അഴിമതി, ഈ അഴിമതിയെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായതാണ്. അതൊന്നും അന്വേഷിക്കത്തില്ല എന്ന് പറഞ്ഞ് തടി തപ്പിയ മുഖ്യമന്ത്രി ഇതിൽ അങ്ങ് രക്ഷപ്പെടുമെന്ന് കരുതണ്ട. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരാം.